അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങൾ. ആദ്യമായി അശ്വതി. വളരെയധികം ഭാഗ്യം വരുന്നൊരു നക്ഷത്രമാണ് ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നന്നായിട്ട് വരുന്ന നക്ഷത്രം. സന്തോഷം, സമാധാനം എല്ലാം കൂടുതൽ ഉണ്ടാകും. കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കും. അഭിനന്ദനങ്ങൾക്ക് പകരം അപമാനമായിരിക്കും കേൾക്കുക. എന്നാലും നല്ല സമയമാണ്. സമൃദ്ധി, ഉയർച്ച എല്ലാം ഉണ്ടാകും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ഭംഗിയായി നടക്കും. അടുത്ത നക്ഷത്രം ഭരണി. ഭാഗ്യമുള്ള സമയമാണ്. കുറേ ദുരിതങ്ങൾ കഴിഞ്ഞ് ഇനി സമൃദ്ധിയുടെ കാലം. സമാധാനം, സന്തോഷം ഇവയെല്ലാം ഉണ്ടാകും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. അടുത്തത് രോഹിണി. ഭാഗ്യം, സമാധാനം, സമൃദ്ധി എല്ലാം ഉണ്ടാകും. നേട്ടങ്ങൾ മാത്രമാണ് ഈ നക്ഷത്രത്തിന് ഉണ്ടാവുക. എല്ലാ കാര്യത്തിലും വിജയം. അയ്യപ്പ ക്ഷേത്രം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാം ശരിയാകും. അടുത്തത് പൂരം നക്ഷത്രം. ദുഃഖകാലം എല്ലാം മാറി ഇനി നേട്ടത്തിൻ്റെ നാളുകളാണ്. അഭിവൃദ്ധിയും സമാധാനവും എല്ലാം ഉണ്ടാകും. നിരാശയെല്ലാം മാറി ഇനി നല്ല കാലം വരും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ പ്രാർത്ഥിക്കുക, അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അടുത്തത് ചോതിയാണ്. ചോതിക്ക് നല്ല സമയമാണ്. ഉയർച്ച, സമൃദ്ധി, ഉള്ള കാലഘട്ടമാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം നന്നായി കിട്ടുന്ന നക്ഷത്രമാണ്. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാം ശരിയാകും. അടുത്തത് വിശാഖ നക്ഷത്രം. വിശാഖത്തിന് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വളരെയധികം ഗുണം കിട്ടുന്ന സമയമാണ്. വിചാരിച്ചതെല്ലാം നടക്കും. അയ്യപ്പൻ്റെ അനുഗ്രഹം നല്ലവണ്ണം കിട്ടുന്നൊരു നക്ഷത്രമാണ്. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാം ശരിയാവും. അടുത്തത് ഉത്രാടം. ഇനി ഭാഗ്യമുള്ള നാളുകളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. സമൃദ്ധി, സന്തോഷം, സമാധാനം എല്ലാം കിട്ടും. ഇനി നേട്ടത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാകും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാ കാര്യവും ശരിയാവും. അടുത്തത് ഉത്രട്ടാതി. നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. എല്ലാം നേടും. പണം ധാരാളം വരും. സമൃദ്ധി, സമാധാനം, സന്തോഷം ഇവയെല്ലാം ഉണ്ട്. വിശ്വസിക്കാം. നന്നായി വരുന്ന നല്ല കാലഘട്ടമാണ്. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക. അടുത്തത് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. കഷ്ടകാലമെല്ലാം മാറി ഇനി സമൃദ്ധിയുടെ കാലഘട്ടം. സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാകും. അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, അയ്യപ്പനെ ഭജിക്കുക, എല്ലാം ശുഭകരമായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. ശുഭം.